കോഴിക്കോട് കൂടരഞ്ഞിയിൽ 39 വർഷം മുൻപ് കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ പോലീസിന് മുന്നിൽ പ്രതിസന്ധികൾ ഏറെയാണ്. മരിച്ചയാളുടെ രേഖാചിത്രം തയ്യാറാക്കിയെങ്കിലും ഇയാളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. 1989-ൽ വെള്ളയിൽ കടപ്പുറത്ത് കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലിലും അന്വേഷണ പുരോഗതിയില്ല. രാഹുൽ കെ വിയുടെ വിശദവിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. പോലീസിനെ ആകെ കുഴപ്പിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. 2 കൊലപാതകങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞ ശേഷവും ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്താണ് കേസിലെ നിലവിലത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ്. അതായത് ഈ രേഖാചിത്രം ഏറെ സഹായകരമാകുന്ന പ്രതീക്ഷയിലാണ് തിരുവമ്പാടി പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വലിയ പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. 1986-ലാണ് കൂടരഞ്ഞിയിൽ ഒരു യുവാവിനെ തോട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നുള്ള മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. 1989-ൽ വെള്ളയിൽ കടപ്പുറത്ത് ഒരാളെ സുഹൃത്തിനൊപ്പം ചേർന്ന്, കഞ്ചാവ് ബാബു എന്നാണ് ആ സുഹൃത്തിൻ്റെ പേരായി മുഹമ്മദ് അലി പറഞ്ഞത്, ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതുമാണ് രണ്ടാമത്തെ കേസ്. ഇത് രണ്ടിലും ആളെ തിരിച്ചറിയാൻ കഴിയാത്തത് തന്നെയാണ് വലിയ പ്രതിസന്ധി. മുഹമ്മദ് അലിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി മൊഴി രേഖപ്പെടുത്തിയാണ് രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രേഖാചിത്രം, അതായത് മരിച്ച ആൾ കൂടരഞ്ഞിയിൽ ദേവസ്യ എന്നയാളുടെ വീട്ടുപറമ്പിൽ ഒരു ദിവസത്തേക്ക് മാത്രമായി പണിക്ക് വന്നയാളാണ്. ദേവസ്യ രേഖാചിത്രം കാണിച്ച നേരിയ ഓർമ്മ, അന്ന് കണ്ട ആളുമായി നേരിയ ഒരു സാമ്യം തോന്നും എന്ന് ദേവസ്യ പറഞ്ഞു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ ചിത്രം കണ്ട് ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് വരണം എന്നാണ് പോലീസ് അഭ്യർത്ഥിക്കുന്നതും. ഇരിട്ടി സ്വദേശിയാണ് എന്നൊരു സംശയം ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നീട് മറ്റു ചില ആളുകളോട് ചോദിച്ച സമയത്ത് പാലക്കാട് തമിഴ്നാട് അതിർത്തി മേഖലയിൽ നിന്ന് വന്ന ആളാകാം എന്നുള്ള സംശയം കൂടിയാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ മോഹനൻ എന്നൊരു പേര് കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാനൊന്നും തന്നെ ആയിട്ടില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. നേരത്തെ കൂടരഞ്ഞിയിൽ ആ സമയത്ത് തിരുവമ്പാടിയിൽ SI ആയിരുന്ന OP തോമസ് എന്ന ഉദ്യോഗസ്ഥനെ എറണാകുളത്തെത്തി പോലീസ് കാണുകയും വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ശരി രാഹുൽ, ഏതായാലും ഈ കേസിൽ വലിയ പുരോഗതിയൊന്നും ഇല്ല എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കാരണം രേഖാചിത്രമൊക്കെ തയ്യാറാക്കിയപ്പോൾ എന്തെങ്കിലും ആ വഴി സഞ്ചരിച്ചാൽ ലഭ്യമാകുമെന്ന് മനസ്സിലായി. എങ്കിലും അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.